ഫ്രണ്ട്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഒരു നോട്ടിഫിക്കേഷൻ അല്ല, 3 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ പറയുന്ന നിങ്ങൾക്കൂടെ കാണാൻ പറ്റും, സ്കഫോൾഡർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതുപോലെ ഓട്ടോ ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സേഫ്റ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. അത് മാത്രമല്ല, ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാവുന്ന രീതിയിലാണ് വേക്കൻസികളുള്ളത്. അപ്പോൾ 3 നോട്ടിഫിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷനും കാര്യങ്ങളും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതാ ഇവിടെ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. മെമ്പേഴ്സ് ഓൺലി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് എടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് കാണാൻ പറ്റുന്ന വീഡിയോസാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമീപത്ത് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാം. അപ്പോൾ ഇത്തരം അപ്ഡേഷനൊക്കെ നമ്മൾ മെമ്പേഴ്സ് ഓൺലി ആയിട്ടും വരുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് സ്കഫോൾഡർ ട്രെയിനി എന്ന് പറയുന്ന തസ്തികയുടെ നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും സ്കഫോൾഡർ ട്രെയിനി. ഇവിടെ കാണാം 26 ജൂണിനാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിലേക്ക് സ്കഫോൾഡർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് SSLC കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അല്ലെങ്കിൽ 10th പാസ്സായവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് മിനിമം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഇനി നിങ്ങൾക്ക് +2 പാസ്സാണെങ്കിലും അപ്ലൈ ചെയ്യാം. മാക്സിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് +2 പാസ്സാണെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഡിഗ്രിയോ അതല്ലെങ്കിൽ ഡിപ്ലോമയോ അതല്ലെങ്കിൽ ITI ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങളിതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ അറിയുന്ന കൂട്ടുകാരുണ്ടോ, ചിലപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ് പഠനം നിർത്തിയവരുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് +2 വരെ പഠിച്ചിട്ട് പഠനം നിർത്തിയവരുണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് മാക്സിമം മിനിമം ക്വാളിഫിക്കേഷൻ ജസ്റ്റ് 10th പാസ്സായിരിക്കുക, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ക്വാളിഫിക്കേഷനിൽ വരുന്നത് +2 വരെ, +2 പാസ്സാണെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ ഇനി +2 ഫെയിൽ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, അത് മിനിമം മാക്സിമം എന്നുള്ള ലെവൽ കൊടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. +2 പാസ്സാണെങ്കിൽ അപ്ലൈ ചെയ്യാം, +2 ഫെയിൽ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ മിനിമം SSLC പാസ്സായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, മാക്സിമം പോയാലേ നിങ്ങൾക്ക് +2 വരെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ മുകളിലേക്കുള്ള ഉയർന്ന ഹയർ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. അതായത് നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞവരോ ഇനി ITI കഴിഞ്ഞവരോ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവരോ ഇനി അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യേണ്ട സ്റ്റാർട്ടിംഗ് ഡേറ്റ് ജൂൺ 30 മുതൽ നിങ്ങൾക്ക് ജൂലൈ 22 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 22 സമയമുള്ളത് നമുക്ക്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന വേക്കൻസികളൂടെ കാണാം. ജനറൽ കാൻഡിഡേറ്റ്സിന് 24 വേക്കൻസി, പിന്നെ OBC കാൻഡിഡേറ്റ്സിന് 21 വേക്കൻസി, SC കാൻഡിഡേറ്റ്സിന് 8 വേക്കൻസി, STക്ക് 1, AWSന് 6, അങ്ങനെ 60 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. വേക്കൻസി കൂടാനോ കുറയാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. പിന്നീട് വരുന്ന വേക്കൻസിയിലേക്കൊക്കെ നിങ്ങൾ അതിൽ എടുക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് PWBD കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്കഫോൾഡർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഉയരങ്ങളിലൊക്കെ കയറി നിങ്ങൾക്ക് മെറ്റീരിയലൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന PWBD ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല കേട്ടോ, ഈ ഒരു പോസ്റ്റിലേക്ക്. ഇനി ഇതിലേക്ക് പീരീഡ് ഓഫ് ട്രെയിനിങ്ങും അതിൻ്റെ സ്റ്റൈപ്പൻഡും കൊടുത്തിട്ടുണ്ട്. ഇനീഷ്യലി നിങ്ങൾക്ക് 3 മാസം ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സ്കഫോൾഡർ ട്രെയിനി ആയിട്ടാണ് നിങ്ങളെ കണക്കാക്കുക. 3 മാസം. ആ 3 മാസം നിങ്ങൾക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡ് എമൗണ്ട് ആയിട്ട് 10,000 രൂപ ലഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യലി ഒരു ട്രെയിനിങ് ലഭിക്കും. അപ്പോൾ സ്കഫോൾഡിങ്ങിൽ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ട്രെയിനിങ് ലഭിക്കും. അപ്പോൾ ആ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് ലഭിക്കുന്ന സമയത്ത് നമുക്ക് 10,000 രൂപ ഇങ്ങോട്ട് മന്ത്ലി സ്റ്റൈപ്പൻഡ് എമൗണ്ട് ആയിട്ട് ലഭിക്കും. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചും വേക്കൻസിയുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചും ഇൻഡിവിജ്വലി നിങ്ങളുടെ ഓരോരുത്തരുടെയും പെർഫോമൻസ് ഒക്കെ അവർ നോക്കും. അതിനൊക്കെ അനുസരിച്ച് സക്സസ്ഫുള്ളി ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്ന 3 മാസം കൊണ്ട് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കോൺട്രാക്ച്വൽ പോസ്റ്റിൽ തുടരാൻ പറ്റും. അതിലേക്ക് പരിഗണിക്കും. അതായത് കരാർ അടിസ്ഥാനത്തിലാണ് പിന്നീട് നമ്മൾ തുടർന്ന് പോവുക. ഇങ്ങനെ കരാർ അടിസ്ഥാനത്തിൽ നമുക്ക് ആദ്യത്തെ വർഷം മന്ത്ലി 20,100 രൂപ നമുക്ക് റെമ്യൂണറേഷനായിട്ട് ലഭിക്കും. പിന്നീട് നിങ്ങൾ അടുത്ത വർഷം നിങ്ങൾ തുടർന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിൽ ഒരു ഇൻക്രീസ് ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സെക്ടറിലൊക്കെ നമ്മൾ കരാർ അടിസ്ഥാനത്തിലാണെങ്കിലും നമുക്ക് ഒരുപാട് വർഷം നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നീട് ഇതിൽ തന്നെ എന്തെങ്കിലും പെർമനൻറ്റ് വേക്കൻസി ഒക്കെ വരുന്ന സമയത്ത് അതിലേക്കൊക്കെ നമുക്ക് എക്സാം എഴുതാൻ നമ്മൾ എലിജിബിൾ ആയിരിക്കും എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറി നമ്മുടെ കേരളത്തിൽ നമുക്ക് ജോലിയും ഒക്കെ പ്രതീക്ഷിക്കാവുന്നത് കൊണ്ട് തന്നെ
നമുക്ക് 20,100 സ്റ്റാർട്ടിംഗ് ലഭിക്കുകയാണ്. 3 മാസം എന്ന് പറയുന്നത് നമുക്ക് ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ് സമയത്ത് 10,000 രൂപയാണ് നമുക്ക് സ്റ്റൈപ്പൻഡ് എമൗണ്ട് ആയിട്ട് മന്ത്ലി ലഭിക്കുക. അത് കഴിഞ്ഞ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് 20,100 രൂപ ലഭിക്കും. ഓക്കെ. പിന്നെ ഓരോ വർഷവും നിങ്ങൾക്ക് അത് മന്ത്ലിയാണ് 20,100. പിന്നെ ഓരോ വർഷവും നമുക്ക് ആ ഒരു റെമ്യൂണറേഷനിൽ കുറച്ച് ഇൻക്രീസ് ഉണ്ടാവും. അത് അങ്ങനെ ഡിപ്പെൻസ് ഓൺ കമ്പനിയുടെ പോളിസിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഏജാണ്. അതായത് 23 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ 23 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം. അതായത് 22 ജൂലൈ 2026 എന്ന് പറയുന്ന ഡേറ്റ് കണക്കാക്കി 23 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ. ഇനി അതോടൊപ്പം തന്നെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 26 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 28 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ OBC, SC/ST അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ EWSന് അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ റിസർവേഷൻ ലഭിക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങളടുത്ത് ഉണ്ടായിരിക്കണം കേട്ടോ. അതൊക്കെ അപ്ലോഡ് ചെയ്യണം നിങ്ങൾ. ഇനി മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതിൽ 100 മാർക്കിനാണ് അതിൻ്റെ വെയിറ്റേജ് വരുന്നത്. ഫിസിക്കൽ ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ജോലിയുമായി ബന്ധപ്പെട്ട് ആ ഒരു നിങ്ങളുടെ കായികക്ഷമത മീൻസ് അത് പരിശോധിക്കുന്ന രീതിയിലുള്ള ടെസ്റ്റുകളായിരിക്കാം ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പല മാനദണ്ഡങ്ങളും പിന്നീട് സ്വീകരിക്കാമെന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റ് പിന്നീട് ഉണ്ടായിരിക്കും കേട്ടോ. ആ സെയിം ഡേ തന്നെ അല്ല, ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ് ആദ്യം നടക്കുക. അതിൽ സക്സസ്ഫുള്ളി നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഓക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും ഫിസിക്കൽ ടെസ്റ്റിലേക്ക്. അത് പിന്നെ ഒരു ഡേറ്റിനാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ട മിനിമം ഒരു മാർക്ക് പെർസെൻറ്റേജ് വരുമ്പോൾ ജനറൽ EWS ഒക്കെ ആണെങ്കിൽ അവർക്ക് 50%, അതായത് 100 മാർക്കാണെങ്കിൽ 50 മാർക്ക് മിനിമം നേടിയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ OBC ആണെങ്കിൽ 45 മാർക്ക് നേടിയാൽ മതി. അതുപോലെ തന്നെ SC/ST ആണെങ്കിൽ 40 മാർക്ക്. ഓക്കെ. ഇനി അത് മാത്രമല്ല, ഇപ്പം നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇവർ വിചാരിച്ച ഒരു ലെവലിൽ 60 വേക്കൻസി ആണെങ്കിൽ അതിലേക്ക് ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികൾ അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫിനേക്കാളും അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നിശ്ചിത മാർക്കിനേക്കാളും കുറഞ്ഞ മാർക്കുള്ളവരെയും പരിഗണിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര അപേക്ഷ വരുന്നു, എത്ര പേര് ക്വാളിഫൈ ചെയ്തു, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി ഇതിൻ്റെ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് എതിരാക്കി കാറ്റഗറി സർട്ടിഫിക്കറ്റ് OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയുള്ളതാണ് നമ്മളെ കയ്യിൽ വേണ്ടത്. ഇനി ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഹയർ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥിക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അതല്ലെങ്കിൽ IT ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ എറ്റ്സെട്ര ഉയർന്ന ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല, നോട്ട് എലിജിബിൾ ടു അപ്ലൈ എന്ന് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപേക്ഷ ഫീസ് 200 രൂപയാണ് നമ്മൾ അപേക്ഷ ഫീസ് അടയ്ക്കേണ്ടത്. അത് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഫീ അടയ്ക്കാം. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് യാതൊരു ഫീസും അടയ്ക്കേണ്ട, അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈനായിട്ടാണ്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഏജ് പ്രൂഫിന് വേണ്ടിയിട്ട്, അതുപോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ഇനി നിങ്ങൾക്ക് പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ്, നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ അപ്ലോഡ് ചെയ്തില്ലേ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും. ഇനി അത് മാത്രമല്ല, നിങ്ങൾ അപേക്ഷയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് നിങ്ങൾ പോയി നോക്കണം. അത് ഇൻ പ്രോസസ്സ് എന്നാണ് ഉണ്ടായിരിക്കുക. സക്സസ്ഫുള്ളി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ പ്രോസസ്സ് എന്നാണ് നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷ സക്സസ്ഫുള്ളി നിങ്ങൾ സബ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അപേക്ഷ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സോഫ്റ്റ് കോപ്പി എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക, ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പിന്നീട് ആവശ്യം വരും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തൊക്കെ നിങ്ങൾ അതുമായിട്ട് പോകണം. ഓക്കെ. പിന്നെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഏകദേശം 18 മാസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് പിന്നീട് വരുന്ന വാക്കൻസികളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുമെന്നുള്ളതിനാണ്. ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്നുള്ളിടത്ത് ഞാൻ ഈ പറയുന്ന സ്കഫോൾഡർ ട്രെയിനിങ് എന്ന് പറയുന്ന രീതിയിൽ ലിങ്ക് തരും. ഓക്കെ. അപ്പോൾ അതിന് നേരെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജിലേക്ക് വരിക. നമ്മുടെ സോഷ്യൽ മീഡിയ അയക്കേണ്ട താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴേക്ക് വരാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വാട്സപ്പ് ജോബിലായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകളൊക്കെ ഉണ്ട്. ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആയിട്ട് ടാബിൽ കൊടുത്തിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൻ്റെ നേരെ ജസ്റ്റ് ഓപ്പൺ ആക്കാം. ഓക്കെ. ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആക്കാം. ഈ ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ കാണാം നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ഫോർ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറയുന്ന വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നിങ്ങളുടെ യൂസർ നെയിം, അത് മെയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുക.
ഓക്കെ. എന്നിട്ട് നമ്മൾ മെയിലൊക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇത് സബ്മിറ്റ് കൊടുത്ത് നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ പ്രൊഫൈലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡൊക്കെ ചെയ്യണം. ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഈ പറയുന്ന പ്രൊഫൈലൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ ഇവിടെ കാണാം, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യരുത്. ഇതിൻ്റെ നേരെ ക്ലിക്ക് ഹിയർ ഫോർ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് കഴിഞ്ഞതിൻ്റെ നേരെ മുകളിൽ ക്ലിക്ക് ഹിയർ ഫോർ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ എന്ന് കാണാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ലോഗിൻ ചെയ്യാനാണ് വരിക. കണ്ടോ, ഇവിടെ നമ്മൾ ഏത് പോസ്റ്റാണ് വേണ്ടത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. അപ്പം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ഞാനിവിടെ ഓൾ എന്നുള്ളതാണ് എല്ലാം കൊടുത്തിരിക്കുക. അപ്പോൾ നമുക്ക് എല്ലാ പോസ്റ്റും കാണാൻ പറ്റും. എന്നൊരു സ്റ്റാർട്ട് എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ സ്റ്റാർട്ട് എന്നുള്ളത് കൊടുത്താൽ ഇവിടെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഫങ്ഷണൽ ഏരിയാസ് എന്നുള്ളത് കൊടുത്താൽ നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇതിൽ പോസ്റ്റ് നെയിം ഉണ്ടാവും ഇവിടെ, കണ്ടോ. ഓക്കെ. ഇവിടെ സേഫ്റ്റി അസിസ്റ്റൻറ്റ് സ്കഫോൾഡർ, സ്കഫോൾഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ അപ്ലൈ എന്നുള്ള ബട്ടൺ നിങ്ങൾക്കിവിടെ താഴെ കാണാം, അപ്ലൈ എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ ഓൾറെഡി അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും. ആ യൂസർ നെയിമും പാസ്വേഡും നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ട് ലോഗോൺ കൊടുത്തിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കംപ്ലീറ്റ് നമ്മൾ മെമ്പേഴ്സ് ഓൺലി വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ കൂടുതൽ പേര് മെമ്പർഷിപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്തരം വീഡിയോസ് മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി അതെല്ലാം നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടായിരിക്കും, അതിൽ കോൺടാക്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടും അപേക്ഷ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്കഫോൾഡിൻ്റെ ഒരു ഫിസിക്കൽ റിക്വയർമെൻ്റ് ഉണ്ട്. അതിൽ മിനിമം 165 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം ഹൈറ്റ്, വെയിറ്റ് മിനിമം 55 കിലോഗ്രാംസ് ഉണ്ടായിരിക്കണം, ചെസ്റ്റ് 75 സെൻറ്റിമീറ്റർ, എക്സ്പാൻഷൻ 80 സെൻറ്റിമീറ്ററിൽ വരണം എന്നുള്ളതാണ്. പിന്നെ ഫിസിക്കലി നമ്മൾ സ്ട്രെങ്ത്, അതായത് ഈ ഹൈറ്റിനും എന്താണ് പേടിയൊന്നും ഉണ്ടാകരുത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. സ്റ്റാമിന, ബാലൻസ്, അത്രേ ഉള്ളൂ. ഈ ഹൈറ്റ് നിങ്ങൾ നോക്കണം. ഇപ്പോൾ സ്കഫോൾഡർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മിനിമം 165 വേണം, വെയിറ്റ് 55 സെൻറ്റിമീറ്ററും, ചെസ്റ്റ് നോർമൽ 75, എക്സ്പാൻഷൻ 80ലേക്ക് വരണം എന്നുള്ളതാണ്. അപ്പോൾ അതും പാടെ നമ്മളതിൽ ശ്രദ്ധിക്കാം. ഇനി അടുത്ത് നമ്മൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് നോക്കാം. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഞാൻ സേഫ്റ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതും ജൂൺ 26 വന്നത്. കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റാണ്, കരാർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പ്ലസ് 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം പോരാ, നിങ്ങൾക്ക് എന്തുകൂടെ വേണം, 1 ഇയർ ഡിപ്ലോമ വേണം. അത് ഈ സേഫ്റ്റി ഓർ ഫയർ, സേഫ്റ്റിയിലോ അല്ലെങ്കിൽ ഫയറിലോ ഉള്ള ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് സ്ഥാപനത്തിലോ ഉള്ള അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ റേറ്റിംഗ് സ്ഥാപനങ്ങളിലുള്ള 1 ഇയർ ഡിപ്ലോമ കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വെറും 10ാം ക്ലാസ് മാത്രം വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണം. ട്രെയിനിങ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ അത് നിർബന്ധമില്ല. അപ്രൻറ്റീഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കും. വേറെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. അപ്രൻറ്റീഷിപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതിലേക്ക് വേറെ എന്തെങ്കിലും ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രെയിനിങ്ങും എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കും. ഇനി ഇവിടെ നിങ്ങൾക്കിവിടെ കാണാം, സ്റ്റാർട്ടിംഗ് ഡേറ്റ് 30 ജൂൺ മുതൽ 22 ജൂലൈ വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് വേക്കൻസീസ് ജനറലിൽ 7 വേക്കൻസി, ഒ ബി സിക്ക് 2, എസ് സിക്ക് 1, എസ് ടിക്ക് 2, ഇ ഡബ്ല്യു സിന് 1, അങ്ങനെ 13 വേക്കൻസിയിൽ വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് പീരീഡ് എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ കേരളത്തിലും മറ്റെവിടെ വേണമെങ്കിലും ഇതിൻ്റെ ഏത് യൂണിറ്റിൽ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യാം. കേരളത്തിലേക്കാണ് നമുക്കധികം വേക്കൻസി ഉണ്ടാകുക. അപ്പോൾ ഇതിൽ 5 വർഷത്തേക്കാണ് നിലവിൽ കരാർ വിളിച്ചിരിക്കുന്നത്. റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് മന്ത്ലി 23,300, പിന്നെ ഓരോ വർഷവും എന്ത് ചെയ്യും, അതങ്ങനെ കൂടി വരും. പിന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 22 ജൂലൈ 2026 കണക്കാക്കി 45 വയസ്സ് കഴിയാൻ പാടില്ല. ഇപ്പോൾ ഒ ബി സി ആണെങ്കിൽ അവർക്ക് 48 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഒ ബി സി എൻ സിയിലാണെങ്കിൽ എസ് സി എസ് ടി ആണെങ്കിൽ അവർക്ക് 50 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും ഇതിനുണ്ടായിരിക്കും. അപ്പോൾ പ്രാക്ടിക്കൽ ടെസ്റ്റിന് 70 മാർക്കും ഫിസിക്കൽ ടെസ്റ്റിന് 30 മാർക്കാണ്. അപ്പോൾ പ്രാക്ടിക്കൽ ടെസ്റ്റ് പറഞ്ഞാൽ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകളായിരിക്കും. ഓക്കെ. ഇനി ഫിസിക്കൽ ടെസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ റണ്ണിങ്ങും പുഷപ്പും ഒക്കെ കാര്യങ്ങളാണ് വരിക. ഓക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ കണ്ടീഷന്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് റിസർവേഷനൊക്കെ ലഭിക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് ഇതര കാറ്റഗറീസ് എടുക്കേണ്ടായിരിക്കണം. അപ്പോൾ എക്സ്പീരിയൻസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞൂടെ ട്രെയിനിങ് വിത്ത് റെമ്യൂണറേഷൻ ഷാൾ ഓൾസോ ബി ട്രീറ്റഡ് ആസ് എക്സ്പീരിയൻസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെമ്യൂണറേഷനോടുകൂടി ട്രെയിനിങ് ലഭിച്ചതാണെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കും. അതായത് അപ്രൻറ്റീഷിപ്പ് ഒക്കെ എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കുന്നുള്ളതാണ്. ഇനി അപ്ലിക്കേഷൻ ഫീ 200 രൂപയാണ്. എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യാതൊരു ഫീസും അടയ്ക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടതും അപ്ലൈ ചെയ്യേണ്ടതും നമ്മൾ. അപ്പോൾ നേരത്തെ നമ്മൾ സ്കഫോൾഡറിൻ്റെ പോസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെയും ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്നുള്ളിടത്ത് സെക്കൻഡ് ലിങ്കായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന സേഫ്റ്റി ഓക്കെ നമ്മൾ ഈ പറയുന്ന പോസ്റ്റ് ഉണ്ടല്ലോ. ഓക്കെ. യെസ്.
സേഫ്റ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഇതിൻ്റെ ലിങ്ക് തരും. ഓക്കെ, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ സേഫ്റ്റി അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ നേരെ ഞാൻ ലിങ്ക് ഇടും ഈ ഒരു പേജിൻ്റെ. അപ്പോൾ അവിടേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കണതൊക്കെ ഫോളോ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് മറ്റ് ഡീറ്റെയിൽസ് എല്ലാം മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റും. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. ഈ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ഓപ്പൺ ആക്കാം. ഓക്കെ, അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആക്കുന്ന സമയത്ത് കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ഒരു കരിയർ പോർട്ടലിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പോർട്ടലിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് കിട്ടും. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ലിക്ക് ഹിയർ ഫോർ വൺ ടൈം രജിസ്ട്രേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. ഓക്കെ, സ്കഫോൾഡറിൻ്റെ പറഞ്ഞ അതേ രീതി തന്നെയാണ്. അത് കണ്ടൊരു വീണ്ടും ഇത് കാണേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ നമ്മൾ പേരും മറ്റ് മെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് നമ്മുടെ പ്രൊഫൈലൊക്കെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഒക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം, അതൊന്നും മറക്കരുത്. കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം. ഇനി വേണ്ട ക്ലിക്ക് ഹിയർ ഫോർ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ ഞാൻ എടുത്ത പോലെ ഇതിലിപ്പോൾ നമ്മളെല്ലാം ഓൾ എന്നുള്ളതാക്കി കൊടുത്തുകൂടെ സ്റ്റാർട്ട് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് സേഫ്റ്റി അസിസ്റ്റൻ്റ് എന്നുള്ളത് അതാണ്. അതിൽ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ അപ്ലൈ എന്നുള്ളത് കാണാൻ നിങ്ങൾക്ക് ഈ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ പേജാണ് വരിക. നമ്മുടെ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്താൽ നിങ്ങൾ അതിൻ്റെ സ്റ്റാറ്റസ് പോയി നോക്കണം. ഇൻ പ്രോസസ്സ് എന്നാണ് ഉണ്ടാകുക. അങ്ങനെ ഇൻ പ്രോസസ്സ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ സക്സസ്ഫുള്ളി അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്കും ഡയറക്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്യാം. അവിടെ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യണമെന്നില്ല. ഓൾറെഡി നിങ്ങൾ അപേക്ഷ സബ്മിറ്റ് ചെയ്ത ആ സമയത്ത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ വരും. ഇല്ല, ഹോം പേജിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് മൂന്നാമത്തെ നോട്ടിഫിക്കേഷനാണ് പറയുന്നത്. ഇപ്പോൾ 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ പറയാം. ക്ലോസ് ചെയ്യട്ടെ. മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഓട്ടോ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഏതാണ് നിങ്ങൾക്കിവിടെ കാണാം, ഓട്ടോ ഇലക്ട്രീഷ്യൻ. 26 ജൂൺ 2026 വന്നിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതും കരാറടിസ്ഥാനത്തുള്ള വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ SSLC + ITI വേണം കേട്ടോ. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഈ പറയുന്ന മെക്കാനിക്, ഓട്ടോ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ, അത് അല്ലെങ്കിൽ മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് എന്ത് വേണം, ITI വേണം. +3 ഇയർ എക്സ്പീരിയൻസ് വേണം. ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം. അതായത് ഈ പറയുന്ന മാരുതി, റിനൾട്ട്, ഹ്യുണ്ടായി എന്നൊക്കെ പറഞ്ഞ ഈ കമ്പനികൾ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ആംഡ് ഫോഴ്സിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഉള്ള അങ്ങനെയുള്ള വിദ്യാർത്ഥികളുണ്ട്, അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസിന് പകരമായി നിങ്ങൾക്ക് അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് 30 ജൂൺ 2022 ലാസ്റ്റ് ഡേറ്റ്. ഇതിൽ വേക്കൻസി വളരെ കുറവാണ്. ഒരു വേക്കൻസി അൺറിസർവ്ഡ് പോസ്റ്റും ഒരു വേക്കൻസി OBCക്കും ആണ് കേട്ടോ. ഓക്കെ, 5 വർഷത്തേക്ക് തന്നെയാണ് നിയമിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ 23,300 റെമ്യൂണറേഷൻ. ഏജ് ലിമിറ്റ് 45 22 ജൂലൈയിലേക്ക് കണക്കാക്കിയത് 45 കഴിയാൻ പാടില്ല. OBC ആണെങ്കിൽ 3 വർഷം, SC/ST ആണെങ്കിൽ 5 വർഷം. SC/ST ഇതിൽ നിലവിൽ വേക്കൻസി ഇല്ല. OBC മാത്രമേ റിസർവ് വേക്കൻസി ഉള്ളൂ. അവർക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. മെത്തേഡ് ഓഫ് സെലക്ഷൻ പ്രാക്ടിക്കൽ ടെസ്റ്റ് ആയിരിക്കും. 100 മാർക്കും വെയിറ്റേജ് വരുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിലേക്ക് എക്സ്പീരിയൻസ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്രൻറ്റീസ്ഷിപ്പ് പീരീഡ് അല്ലെങ്കിൽ ട്രെയിനിങ് വിത്ത് റെമ്യൂണറേഷൻ ഉള്ളതാണെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കും കേട്ടോ. അപ്പോൾ 2 വർഷത്തെ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ 3 വർഷമാണല്ലോ. 2 വർഷത്തെ അപ്രൻറ്റീസ്ഷിപ്പും 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട്. ടോട്ടൽ നമുക്ക് 3 കൗണ്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആപ്ലിക്കേഷൻ ഫീ 300 രൂപയാണ്. SC/ST PWBD കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരു ഫീസും കൊടുക്കേണ്ട. ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലൊക്കെ തന്നെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും തരാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ പറയുന്ന പോസ്റ്റ് നമ്മുടെ ഓട്ടോ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞിട്ട് തരും. ഓക്കെ, അതിൻ്റെ നേരെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പേജിലേക്ക് വരും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ കാണാം. ആപ്ലിക്കേഷൻ ഫോം എന്നാണ്. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അവിടെ ഓപ്പൺ ആക്കാം. നമുക്ക് കൊച്ചിൻ ഷിപ്പ് യാർഡ് പോർട്ടലിൽ വരും. ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നമ്മുടെ പേരും അതുപോലെ മെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മളെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക. അതിൽ നമ്മുടെ എല്ലാ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും സർട്ടിഫിക്കറ്റും ഇത് കാര്യങ്ങളും പാസ്വേഡ് ഫോട്ടോഗ്രാഫൊക്കെ അപ്ലോഡ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അതിനുശേഷം അതിൻ്റെ നേരെ മുകളിലുള്ള ലിങ്കിൽ ഓക്കെ ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളിവിടെ എല്ലാം ഓൾ എന്നുള്ളതാക്കിയതിന് ശേഷം ഇങ്ങനെ തന്നെയാണ് അങ്ങനെ വരിക സിസ്റ്റം. നമ്മൾ സ്റ്റാർട്ട് എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ സ്റ്റാർട്ട് എന്ന് കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മതി ഓട്ടോ ഇലക്ട്രീഷ്യൻ
അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് നമ്മളിതിൽ ലോഗിൻ ചെയ്തത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇൻ പ്രോസസ്സ് എന്നാണെന്ന് ഉറപ്പ് വരുത്തുക. എങ്കിലേ നിങ്ങളുടെ അപേക്ഷ അവിടെ സബ്മിറ്റ് ആയിട്ടുണ്ടായിരിക്കുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട വീഡിയോ നമ്മൾ മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളത് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്